രത്നഗിരി സെന്റ് മേരീസ് പള്ളിക്ക് സമീപമുള്ള വീട് ഒരു ദുരന്ത സ്മാരകമായി നിൽക്കുന്നു. പുറത്തു നിന്നുള്ള കാഴ്ചയിൽ മരങ്ങളും ചെടികളുമായി ഒരു വനമെന്നേ തോന്നൂ. അകത്ത് ഒരു മണിമാളിക. അവിടെ കഴിഞ്ഞ 20 വർഷങ്ങളായി നാട്ടുകാരുമായി യാതൊരടുപ്പവും ഇല്ലാതെ രണ്ടുപേർ ജീവിക്കുകയായിരുന്നു, സാമും ജെസ്സിയും. ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് നാട്ടുകാർ പോലും അറിയുന്നത് വളരെ വൈകി. ജെസ്സിക്ക് വയസ്സ് 50, ഭർത്താവ് സാമിന് 59. കൊലപാതകത്തിന് ശേഷം കാറിൽ കയറ്റിയ മൃതദേഹത്തെ ആരും കാണാതെ ഇയാൾ ചെപ്പുകുളം കൊക്കയിലേക്ക് തള്ളുകയായിരുന്നു. ദീർഘകാലമായി ഇവർ ലീവ് ടുഗദർ പോലെ മാത്രമായിരുന്നു. 2 നിലകളുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ സാമും താഴെ ജെസ്സിയും. കപ്പടക്കുന്നിൽ വീട് കൊലപാതകത്തിന് മുൻപും പിൻപും വളരെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. അയൽവാസികളോ ബന്ധുക്കളോ ആ വീട്ടിലേക്ക് വരുമായിരുന്നില്ല. സാമിന് നാട്ടിൽ പരിചയക്കാരോ സുഹൃത്തുക്കളോ ഇല്ലായിരുന്നു. സാമിനെ വല്ലപ്പോഴുമെങ്കിലും കാറിൽ പോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിട്ടുണ്ട്. ജെസ്സി വളരെ അപൂർവമായി മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. തൊട്ടടുത്ത രത്നഗിരി പള്ളിയിൽ ജെസ്സി പ്രാർത്ഥനയ്ക്ക് വരാറുണ്ടെന്ന് ചിലർ പറഞ്ഞു. ജെസ്സിയുടെ മക്കൾ ഈ വീട്ടിലില്ല. വീടിന്റെ മുകളിലേക്ക് പോകാൻ പുറത്തുകൂടി ഗോവണിയുണ്ട്. ചില വനിതാ സുഹൃത്തുക്കൾ സാമിനെ കാണാനായി വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. ഈ വനിതകളെ ചൊല്ലിയുള്ള തർക്കം കേസിലും വഴക്കിലും കലാശിച്ചു. 2 കേസുകളിലും വിധി ജെസ്സിക്ക് അനുകൂലമാകും എന്നും വനിതാ സുഹൃത്തുക്കളെയും ആ വീടിനെയും തനിക്ക് നഷ്ടമാകുമെന്നുമുള്ള ചിന്തയിലാണ് പ്രതി ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് നിഗമനം. ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് 50 അടി താഴ്ചയിൽ നിന്നാണ് ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി. കൊലപാതകത്തിന് ശേഷം മൈസൂറിലേക്ക് കടന്ന പ്രതിയെ ഒരു ഇറാനിയൻ യുവതിയോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.